നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ജീവിതത്തിലും ബിസിനസ്സിലും മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം സമയ നിയന്ത്രണം, വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ആളിനും ഏറ്റവും സാധാരണക്കാരനായ ആളിനും ഒരുപോലെ ലഭിക്കുന്ന ഒരു സമ്പത്തുണ്ട്. അത് സമയമാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് 24 മണിക്കൂർ മാത്രമാണ്. ആരാണ് ആ സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്, അവർ തന്നെയാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. സമയം എന്തുകൊണ്ട് വിലപ്പെട്ടതാണ്? പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാലും പലപ്പോഴും വീണ്ടെടുക്കാം. പക്ഷേ കടന്നുപോയ ഒരു മിനിറ്റ് പോലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത്. സമയം എവിടെയാണ് നഷ്ടമാകുന്നത്? നമ്മൾ പലപ്പോഴും സമയം നഷ്ടപ്പെടുത്തുന്നത് അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം, ലക്ഷ്യമില്ലാതെ വീഡിയോ കാണൽ, കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കൽ, ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ, വ്യക്തമായ പ്ലാനില്ലായ്മ. ഓരോ ദിവസവും വെറും 1 മണിക്കൂർ പാഴാക്കിയാൽ ഒരു വർഷത്തിൽ ഏകദേശം 365 മണിക്കൂർ നഷ്ടമാകും. അത് ഏകദേശം 15 ദിവസത്തിലധികം സമയമാണ്. സമയ നിയന്ത്രണത്തിലുള്ള 5 സ്വർണ്ണ നിയമങ്ങൾ. 1. ദിവസം പ്ലാൻ ചെയ്ത് തുടങ്ങുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്നത്തെ പ്രധാന ജോലികൾ ചെയ്യുക. എഴുതിയ ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. 2. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം ചെയ്യുക. എളുപ്പമുള്ള ജോലികളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെ പൂർത്തിയാക്കിയാൽ ബാക്കി ദിവസം കൂടുതൽ ഉൽപാദനക്ഷമമാകും. 3. മൊബൈൽ ഉപയോഗത്തിന് സമയം നിശ്ചയിക്കുക. മൊബൈൽ ഉപയോഗിക്കരുത് എന്നല്ല, പക്ഷെ അത് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. 4. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. എല്ലാ ക്ഷണങ്ങളും സ്വീകരിക്കേണ്ടതില്ല. എല്ലാ ജോലികളും നിങ്ങളുടേതല്ല. നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾക്ക് വിനയത്തോടെ ഇല്ല എന്ന് പറയാൻ പഠിക്കൂ. 5. ദിവസാവസാനം വിലയിരുത്തുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ എന്താണ് പൂർത്തിയാക്കിയത്? നാളെ ഞാൻ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത്? ഒരു ചെറിയ ശീലം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഒരു വലിയ കമ്പനിയുടെ സിഇഒയോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കും. അവ പൂർത്തിയാകാതെ മറ്റൊരു ജോലിയും ആരംഭിക്കില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ചോദിച്ചു, ഇത്ര തിരക്കുള്ള ജീവിതത്തിൽ ഇതിന് സമയം എങ്ങനെ കണ്ടെത്തുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, സമയം കണ്ടെത്തേണ്ടതില്ല, സമയത്തിന് മുൻഗണന നൽകണം. അദ്ദേഹം ഓരോ ദിവസവും ആദ്യം പ്രധാന ജോലികൾ പൂർത്തിയാക്കിയത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത്. ഈ കഥയുടെ പാഠം, സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ മുൻഗണനകൾ ശരിയായി നിശ്ചയിക്കുന്നവരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. ഓർക്കുക, തിരക്കുള്ളവനാകുന്നതല്ല വിജയം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നവനാകുന്നതാണ് വിജയം. ഇന്നത്തെ ചലഞ്ച്: ഇന്നു മുതൽ ഒരു ചെറിയ നോട്ട്ബുക്ക് അല്ലെങ്കിൽ മൊബൈൽ നോട്ട് തുറക്കൂ. നിങ്ങൾ ഒരു ദിവസം സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് രേഖപ്പെടുത്തൂ. വൈകുന്നേരം അത് വായിക്കൂ. അപ്പോൾ സമയം എവിടെയാണ് പാഴാകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഓർക്കുക, സമയം ശരിയായി ഉപയോഗിക്കുന്നവരാണ് ജീവിതം ശരിയായി നിർമ്മിക്കുന്നത്. ഓരോ ദിവസവും ഒരു ചെറിയ മാറ്റം വരുത്തൂ. ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സജിത് നമ്പ്യാർ. അടുത്ത വീഡിയോയിൽ അധിക വരുമാനം സൃഷ്ടിക്കാനുള്ള 5 മാർഗങ്ങൾ എന്ന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.